ഹലോ, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ ഇവിടെ സെൻറ്റ് കാതറിൻസിനുള്ള കോസ്കോ ഉണ്ട്, അത് ബിസിനസ് സെൻ്ററാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നതാണ്. ഞങ്ങൾ സാധനങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് സ്നാക്സ് ആണെങ്കിലും ചോക്ലേറ്റ്സോ എല്ലാം നമുക്ക് നല്ല ക്വാളിറ്റി ചോക്ലേറ്റ്സും എല്ലാം വരിക. പിന്നെ നമുക്ക് ക്യാഷ് ആണെങ്കിലും നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്റ്റോർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ക്യാഷ് ഡിഫറൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് നല്ല ക്വാളിറ്റി സാധനവും കിട്ടും. പിന്നെ കുറച്ച് കൂടുതൽ എമൗണ്ടിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ചിക്കൻ ആണെങ്കിലും മട്ടൻ, ബീഫ് അങ്ങനെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിച്ചു വെക്കാറാണ്. കുറച്ച് വാങ്ങിക്കുന്നതിലും നമുക്ക് കാശ് കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട്, കൂടുതൽ എമൗണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഫ്രീസർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബൾക്കായിട്ട് വാങ്ങിച്ചാൽ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. പിന്നെ അതുപോലെ ഓയില്, ഉപ്പ്, ഷുഗർ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയാണ് ഞങ്ങൾ വാങ്ങിക്കാറുള്ളത്. കോക്കനട്ട് മിൽക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ പർച്ചേസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളിതാ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളിതാ സമ്മറൊക്കെ ആയപ്പോൾ ഇവിടെ പുറത്തൊക്കെ ഒന്ന് ടേബിളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മളിതാ ബാർബിക്യൂ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ടാനി അതിൻ്റെ ഇടയിൽ ഭയങ്കര കളിയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ബാക്ക് യാർഡിലൊക്കെ ഇറങ്ങാൻ. അപ്പോൾ ഇവിടെ സമ്മർ ആയത് ചൂട് ആയി വരുന്നേ ഉള്ളൂ, എന്നാലും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഈവനിങ്ങിൽ ചായ കുടിക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാം. ഫ്രണ്ട്സൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് സംസാരിച്ചിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത്. ഇവർ നാട്ടിൽ പോവാറായിരിക്കുന്നു കേട്ടോ. അപ്പോൾ അവരാണ് സത്യം പറഞ്ഞാൽ എല്ലാത്തിലും ഇൻവോൾവ് ആണ്. അവർക്ക് എല്ലാം ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇനി പിന്നെ നമുക്ക് ബാക്ക് യാർഡിൽ പുല്ല് വെട്ടാനുണ്ട്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇന്ന് പരിപാടി ഉണ്ട്. എനിക്കെന്തായാലും അതിനിടെ ഫുഡ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ആ പരിപാടിയിലോട്ട് നിൽക്കാൻ. ഇത് ഞങ്ങൾ ഇവിടെയുള്ള ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നല്ല മെഷീനാണ്. നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ഗ്യാസ് സ്റ്റവും വരുന്നുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ മീറ്റ് നമുക്കിതിൽ ബാർബിക്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളിവിടെ എപ്പോഴും സമ്മർ ആകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഞങ്ങൾ എപ്പോഴും ഗെറ്റ് ടുഗദർ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും നമ്മളിതുപോലെ ബാർബിക്യൂ പാർട്ടി നടത്താറുണ്ട്. നല്ല രസമാണല്ലോ. നമുക്ക് എല്ലാവരും കൂടുമ്പോൾ ഇവിടെ സമ്മർ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ്. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ സമ്മർ ഭയങ്കര ആഘോഷമായിരിക്കും. അവർ സമ്മറിൽ ഫുള്ള് ട്രിപ്പ്, അതുപോലെ ബാർബിക്യൂ പാർട്ടി അങ്ങനെ ആയിട്ട് ഇവർ ബാക്ക് യാർഡിൽ ഫുള്ള് സെറ്റപ്പാക്കി ഈ ഗസീബോ പോലെയൊക്കെ സെറ്റ് ചെയ്ത് ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നേരത്തൊക്കെ അവരിങ്ങനെ ഇരുന്ന് സംസാരിച്ചിരിക്കാനും ഒക്കെയാണ് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഞാൻ മന്തി റൈസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് നമുക്ക് ലെമൺ ജ്യൂസാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ ബോട്ടിലായിട്ട് കിട്ടും. പിന്നെ ഇതുപോലെ സോൾട്ട് ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ യോഗട്ട് ഞാനിതാ അവിടെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബണ്ണ് ഇങ്ങനെ കുറച്ച് 2 പാക്കറ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് ബർഗർ പാറ്റിയാണ്, ബീഫിൻ്റെ ബർഗർ പാറ്റിയാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് ഈ പാറ്റി. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് പാനിൽ വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്യാം. ഇതുപോലെ നമുക്ക് മെഷീനിൽ വെച്ച് ബാർബിക്യൂ മെഷീനിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചാണ്. ഇത് ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചാണ് കേട്ടോ. ഞങ്ങളൊരു 10 kg ഒരു ബോക്സ് 2 ബോക്സായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഓരോ സിപ്ലോ കവറിലാക്കിയിട്ട് പോർഷൻ ചെയ്ത് വെക്കാറ് ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. ഇതുപോലെ നമുക്ക് ഫ്രീസറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഫ്രീസറിൽ നമുക്ക് അധികം ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രീസറാണ് ഞങ്ങൾ എടുത്തുള്ളത്. അപ്പോൾ ഞങ്ങളിതാ ഇതിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇന്നൊക്കെയുള്ള ലഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മന്തിയാണ്, ചിക്കൻ മന്തി ഉണ്ടാക്കിയത്. ഞാൻ ജസ്റ്റ് കുക്കറിൽ ഒരു വിസിൽ ചെയ്യാറേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് നോർമൽ ചിക്കൻ എടുത്തിട്ട് അത് വേവിക്കുന്നൊന്നുമില്ല. ഞാൻ അതുപോലെ തന്നെ മസാലയൊക്കെ ചെയ്തിട്ട് റൈസ് വേവിച്ചെടുത്തിട്ട് അതിന് മുകളിലിട്ട് ഒറ്റ വിസിൽ. പിന്നെ നമുക്ക് കണൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. റെസിപ്പി ഞാൻ അവിടെ കാണിക്കുന്നില്ല.
ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ടാനിനും കൊണ്ട് പുറത്തിറങ്ങിയതാണ്. നയഗ്ര ഫോൾസിലാണ് കേട്ടോ ഈ ക്രിക്കറ്റ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ക്ലബ്ബും കൂടിയാണ്. അവരെ ജേഴ്സി ലോഞ്ചാണ് നടക്കുന്നത്. നെക്സ്റ്റ് വീക്ക് അവരെ മാച്ച് നടക്കുന്നുണ്ട്. ഞാനിതുവരെ ഇവിടുത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ടും ഇവരെ കളിയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങളിവിടെ. ടാനിക്ക് ഇവിടെ ഓടി നടക്കാൻ കുറേ സ്ഥലമുള്ളതുകൊണ്ട് അവന് കുറേ നേരം കളിച്ച്. ഇനിയിപ്പോൾ എന്തായാലും ഇനി അധികം സമയം ഇല്ല, വൈകി തുടങ്ങി. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം എല്ലാവരും കൂടി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകിട്ട് ഞങ്ങൾ ചിലപ്പോഴൊക്കെ സ്നാക്സ് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് സെമിക്ക് ഓഫ് ഡേയും കൂടി ആയതുകൊണ്ട് എല്ലാവരും കൂടി ജസ്റ്റ് പുറത്തിരുന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ബനാന കേക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ബാക്ക് യാർഡിൽ ഇറങ്ങിയതാണ്. ടാനിക്ക് പുറത്തിറങ്ങി കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ബോളും കൊണ്ട് ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്. ഇനി എന്തായാലും രാത്രിക്കൊക്കെയുള്ള പ്രിപ്പറേഷൻ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇതാ ടി വി ഒക്കെ കണ്ടിരുന്നു. രാത്രിയിലെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ബർഗറാണ് കേട്ടോ. അപ്പോൾ പുതിയ നമ്മളെ ബാർബിക്യൂ മെഷീനിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒണിയൻ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ബർഗർ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒണിയന് അങ്ങനെ വിടാറില്ല, ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുക്കും. ഇതാണ് കേട്ടോ ഞങ്ങളെ പുതിയ ബാർബിക്യൂ മെഷീന്. ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് സ്റ്റൗ ടോപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെയും കുക്ക് ചെയ്യാം. ചിക്കനൊക്കെ നമുക്ക് ഈ മെഷീനിൽ ചെയ്യാം കേട്ടോ. ചിക്കന്, മീൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ എടുക്കുന്നുണ്ട്, ഒണിയനൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പാറ്റി നമ്മളിതാ ഇവിടെ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ ആണ്. പിന്നെ നമുക്ക് ലെറ്റസ് അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ബീഫ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഇനി ടാനിക്ക് ഡിന്നർ കുടിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ അവന് റാഗിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവന് ഞാൻ രാത്രി ചിലപ്പോൾ റാഗി അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ട്. ഞാനും ബർഗറിൽ ഉണ്ടാക്കാൻ മയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ വേറെ ഡിപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മളിഷ്ടത്തിനനുസരിച്ച് ഏത് ഡിപ്പ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ കുറച്ച് കൂടുതൽ തന്നെ വെച്ച് വേവിക്കാൻ പറ്റും കേട്ടോ. എൻ്റെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.